ഹലോ മക്കളെ, അപ്പോൾ മക്കളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് മാർഗദീപം സ്കോളർഷിപ്പ്. ഇനി ഇങ്ങനെ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ മക്കളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു എക്സാം ടൈമിൽ ചിലപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ള നിങ്ങളുടെ കുറേ കൂട്ടുകാരുണ്ടായിരിക്കും. അവർക്കെല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മാർഗദീപം സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ സ്കൂൾസിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ, അതായത് നമ്മുടെ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, അതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി കഴിഞ്ഞാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് മാർഗദീപം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ തീയതി എന്ന് പറഞ്ഞാൽ 12/3/2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പേ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേഗം ഇതിന് അപ്ലൈ ചെയ്യാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ 12/3/2025 നാളെ 5 മണിക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ അടുത്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അല്ലെ, ഇൻകം സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നിശ്ചിത വരുമാനം ഇൻകം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുടുംബ വരുമാനം 1 ലക്ഷത്തിൽ കൂടുതലുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ്, ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ https://margadipam.kerala.government.in എന്ന് പറയുന്ന ഒരു സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു ഫോം കിട്ടും. ഓക്കെ, ഇതാണ് ഫോം. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിക്കുക. വിദ്യാർത്ഥിയുടെ പേരെന്താണ്, ജനന തീയതി എന്താണ്, മേൽവിലാസം, മതം, ആധാർ നമ്പർ, ഫോൺ നമ്പർ, പഠിക്കുന്ന ക്ലാസ് എന്താണ്, പിതാവിൻ്റെ പേരെന്താണ്, അങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട കുറച്ച് രേഖകളുണ്ട്. അതിൽ വരുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇൻകം സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം, അത് 1 ലക്ഷം രൂപയിൽ കവിയാൻ വേണ്ടി പാടില്ല. പിന്നെ മതം അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് വേണം, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ബാങ്ക് പാസ്ബുക്ക് പകർപ്പ്, അത് മിസ് പറഞ്ഞുതരാം. നോക്കിക്കേ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏത് വിദ്യാർത്ഥിയാണോ അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് വേണം, സ്വന്തമായിട്ട് ഒരു ബാങ്ക് പാസ്ബുക്ക് വേണം. ഓക്കെ, അതിൻ്റെ പകർപ്പാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിലോട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു തുക കയറാം. അപ്പോൾ 1500 രൂപയാണ് നമ്മുടെ സ്കോളർഷിപ്പ് തുക. 1500 രൂപയാണ് സ്കോളർഷിപ്പ് തുക. ഈ ഒരു മാർഗദീപം സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മക്കൾ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിൽ വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ വരുന്ന മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ബാങ്കിൽ ഒരു പാസ്ബുക്ക്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് വേണം. അതിലോട്ടാണ്, അമ്മയുടെ അച്ഛൻ്റെയും അക്കൗണ്ട് ഒന്നും പറ്റില്ല, നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം. പിന്നെ ഒരു കുടുംബത്തിൽ നിന്നും 2ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതല്ല. ഈ സ്കീമിന് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കീമുകളിലെ സ്കോളർഷിപ്പുകളിലെ ആനുകൂല്യങ്ങൾ നേടാൻ അനുവാദമില്ല. അപ്പോൾ മാർഗദീപം സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു സ്കോളർഷിപ്പും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പാടില്ല, അത് അനുവദിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. വരുമാന സർട്ടിഫിക്കറ്റ്, മതം അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് വേണം, ബാങ്ക് പാസ്ബുക്ക് പകർപ്പ്, നിങ്ങളുടെ സ്വന്തം ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് വേണം, അതിൻ്റെ കോപ്പി എടുക്കാം. പിന്നെ റേഷൻ കാർഡിൻ്റെ പകർപ്പ് വേണം, ആധാറിൻ്റെ പകർപ്പ് വേണം, ആധാർ കാർഡിൻ്റെ പകർപ്പ് വേണം. ഇനി ഭിന്നശേഷി ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾക്ക് സ്പോർട്സ്, കല, സാഹിത്യം, ശാസ്ത്രം, അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരണപ്പെട്ട് 2 പേരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരണ സർട്ടിഫിക്കറ്റും കൂടി വേണം. സോ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് കൊടുക്കണം. അവരാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കുക. യെസ്, അപ്പോൾ ഇതുവരെ ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയാത്ത മക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള മക്കളുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നാളെ 5 മണിക്ക് മുന്നേ അപേക്ഷ സമർപ്പിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയുന്ന കുറേ കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ അവരിലോട്ടൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാത്ത മക്കളൊക്കെ എന്ത് ചെയ്യുക, വേഗം തന്നെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുക.